ഇവിടെയൊക്കെ മുട്ടോട് മുട്ട് വീടാണ്. നാട്ടിലെ പോലെയല്ലല്ലോ. ആദ്യമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ആയി കേട്ടോ. ഇന്നത്തെ ദിവസം ഫുള്ള് വെയിലായിരുന്നു, കണ്ടില്ലേ? മഴയൊക്കെ എവിടെ പോയോ എന്തോ, പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയേ. അതിനിടയ്ക്ക് ഗൈസ് ഞാനൊരു സൂത്രം കാണിച്ചു തരാമേ. എൻ്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പൂച്ചമ്മയും 3 കുഞ്ഞുമക്കളുമാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ബാൽക്കണിയുടെ സൈഡിൽ നോക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ അവരെ. കാത്തുകുട്ടി ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. എന്നാ കാർട്ടൂൺ വെച്ചേക്കുന്നതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പൂച്ച എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതാണ് എൻ്റെ അടുത്ത് തന്നെ വന്നത്. എന്താണേലും അടിപൊളി. എനിക്ക് ഇടയ്ക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്. കാത്തുകുട്ടി കണ്ടാൽ പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ. അവൾ കണ്ടിട്ടില്ല ഇതുവരെയും. ആദ്യത്തെ ദിവസം കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. പിന്നെ പൂച്ച കയറുന്നത് നല്ലതാണെന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഗൈസ്. ഇങ്ങനെ വീട്ടിൽ വന്ന് കയറുന്നത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെന്താ പറയുക, ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് അവിയൽ വെക്കാമെന്ന് കരുതിയേ. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ വെക്കണം, കുക്കറിൽ വെക്കണോ അതോ സാധാരണ രീതിയിൽ വെക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു കുക്കറിൽ വെക്കാമെന്ന്. അതായത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിലടിക്കും. അന്നേരം ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുമേ. ഒറ്റ വിസിലടിച്ചിട്ട് പിന്നെ അതിനകത്ത് അരപ്പും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത് അങ്ങനെ സെറ്റാക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ ഇന്ന് വിചാരിച്ചിരുന്നത്. അതിനായിട്ട് ഞാൻ എല്ലാ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ റെഡി ആക്കണം. ഇതിനിടയ്ക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു ഗൈസ്. കാരണം വെയിലാണല്ലോ, പെരും വെയിൽ തന്നെ വെയിൽ. വെള്ളം എത്ര കുടിച്ചാലും മതിയാകുകയില്ല. അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാരങ്ങ വെള്ളമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു, അന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കണം. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിയൽ വേവിക്കുന്നതെന്നൊക്കെ പറയണേ. ഞാനധികം തൈരിട്ടിട്ട് അവിയൽ ഉണ്ടാക്കാറില്ല. കാരണം എന്താണെന്നറിയത്തില്ല, ഞാൻ ഉണ്ടാക്കിയാൽ അത് എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല തൈര് ഇട്ടിട്ട്. പക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ എനിക്കിഷ്ടമാണ്. എന്താണെന്നറിയില്ല അവസ്ഥ എന്താണെന്നൊക്കെ നോക്കും കേട്ടോ. പെരും വെയിൽ തന്നെയാണ്. വെയിലൊന്ന് കുറഞ്ഞെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരും വെയിലാണ്, ഒന്നും നടന്നില്ല. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. ഈ വാഷിംഗ് മെഷീൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നമ്മുടെ പൂച്ചയും കുഞ്ഞുങ്ങളും ഉള്ളത്. അങ്ങനെ അവരെയും ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുക്കറിൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചത്. ഒറ്റ വിസിലടിച്ചപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പം ഗ്യാസും ലാഭിക്കാം, ഒത്തിരി നേരം നിന്ന് ഇളക്കി സമയം കളയുകയും വേണ്ട, വേഗം റെഡിയായി കിട്ടും. ആ സമയത്തിനുള്ളിൽ നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കാം. തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കരിവേപ്പില, ചെറിയ ജീരകവും ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുക്കാനുള്ള സമയവും നമുക്ക് കിട്ടും. രണ്ടും ഒരേ സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഈയിടെ കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കണ്ടതാണ്. അതിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഒത്തിരി സമയം ലാഭിക്കാൻ വേണ്ടി പറ്റുമേ. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കൈപുണ്യം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യം തന്നെയാണല്ലോ. ഓരോരുത്തരുണ്ടാക്കുന്നതിലും ഇപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റാണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും ആ ഫുഡിനോട് വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണല്ലോ. അത് വേറെ രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തൈരിട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത് ശരിയാവത്തില്ല. അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെക്കുകയാണ്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുപോയിട്ട് അരപ്പൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ കുക്കറൊക്കെ ഒരു വിസിലൊക്കെ അടിച്ച് നമ്മുടെ ഐറ്റംസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ അടിപൊളിയായി വെന്ത് കിട്ടിയിട്ട് ഒറ്റ വിസിലേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട് വെയിലിൻ്റെ കാര്യം. പിന്നെ ഞാൻ ആ സൈഡിൽ പോയിട്ട് പൂച്ച വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇത് നമ്മുടെ തള്ളപ്പൂച്ച വന്നിട്ടുണ്ട്. ഇവളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് പിള്ളേരെ ഫീഡ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം, വേറെ ശല്യമൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കൊടുക്കും. എന്നാലും അങ്ങനെ വലിയ ശല്യമായിട്ടൊന്നുമില്ല. പാവമാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് മക്കളെ ഫീഡ് ചെയ്തിട്ട് പോകും, പിന്നെ വരും, അങ്ങനെയാണ്. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും വെയിലൊക്കെ ഇച്ചിരി കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ അരപ്പൊക്കെ ഇട്ട് നമ്മുടെ അവിയൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ സൂപ്പർ അവിയൽ ഇവിടെ റെഡിയായിട്ടിരിക്കുന്നുണ്ട്.
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. ചോറ് കൂട്ടിക്കഴിച്ചാൽ മതി. ഇതിനിടയ്ക്ക് ഞാൻ മീനും കൂടെ വറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഇടയ്ക്ക് കുറേ പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അങ്ങനെ ഞാനിന്ന് വിചാരിച്ചു അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല, എന്നാലും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യം ചോറൊക്കെ വിളമ്പി കാത്തുക്കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവളവിടെ ടി വി കാണുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചോറെടുത്ത് അവളുടെ അടുത്തേക്ക് പോയി. ഭയങ്കര മടിയായിരുന്നു ആൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് ചോറൊക്കെ കൊടുത്തു. പുറത്ത് കൊണ്ടാകാം, ടാറ്റ കൊണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് അവളെ മയക്കി. അങ്ങനെ ഫുഡൊക്കെ അവൾക്ക് വാരി കൊടുത്തേ. ഇനി എനിക്ക് കഴിക്കണം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഒരു 1:30-2 മണിക്കുള്ളിൽ പരമാവധി ലഞ്ച് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാനിതാ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ അവിയലും പിന്നെ ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അവിയലുണ്ടായിരുന്നു, പിന്നെ വടുകപ്പുളിയൻ, നാരങ്ങച്ചാറുണ്ടായിരുന്നു, മാങ്ങച്ചാറുണ്ടായിരുന്നു, മീൻ വറുത്തം ഉണ്ടായിരുന്നു. ഫുഡടിയെല്ലാം കഴിഞ്ഞ് ഇനി കാത്തുക്കുട്ടിയെ ഉറക്കുക എന്നതായിരുന്നു എൻ്റെ ടാസ്ക്. ഉറങ്ങാനും നല്ല മടിയുള്ള ആളാണ്. പിന്നെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ ഉറക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ വൈകുന്നേരം ഞാനും ഉറങ്ങി അതിനിടയ്ക്ക്, അത് വേറെ കാര്യം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ് കേട്ടോ സേമിയ ഉപ്പുമാവ്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.